നമസ്കാരം. ചൊറിയാതെ വയ്യയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രേക്ഷകരെ, ഇന്ന് ഒരുപാട് ചൊറിച്ചിൽ കൂടിയപ്പോ ഞാൻ ഇന്ന് തമിഴ്നാട്ടിലൂടെയൊക്കെയാണ് പോവാന്ന് കരുതി. കാരണം കേരളത്തിൽ നിന്നിട്ട് ചൊറിഞ്ഞിട്ടും മാറുന്നില്ല. അതുകൊണ്ടാണ് വണ്ടിയിൽ ഇരുന്നിട്ടുള്ള ഈ ഒരു ചൊറിയാതെ വയ്യ എപ്പിസോഡിലേക്ക് കയറിയിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ചൊറിയാതെ വയ്യ ആദ്യത്തെ സെഷൻ തന്നെ ടീച്ചറിലേക്ക് നേരിട്ട് വിടുക. ടീച്ചറെ, അവിടെ ചൊറിഞ്ഞോളൂ. അല്ല, നമുക്ക് നോക്കിയെടുത്തോളം ബൈജു ഈ പ്രോഗ്രാമിനുണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിരുന്നാലും പേഴ്സണലായിരുന്നാലും ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, യോ സിദ്ധാർത്ഥന്റെ വിഷയത്തില് ഇത്രയുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചോ? ഇത് നിങ്ങൾ ചാനലിൽ കൂടി പറഞ്ഞപ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. ഇത്രമാത്രം നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണല്ലോ ഈ വിഷയങ്ങൾ എടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെ സംഭവിച്ചോ? പക്ഷെ ചാനലുകാരൊക്കെ സാധാരണ ഒരു ആത്മഹത്യ എന്നൊക്കെ മാത്രമായിരുന്നു എഴുതി തള്ളിയിരുന്നത്. പിന്നെ അതിന്റെ നൂലാമാലകൾ പരിശോധിച്ച് ചെന്നപ്പോഴാണ് നമുക്ക് ഈ കാര്യം മനസ്സിലായത് തന്നെ. അതുപോലെ പൂഞ്ഞാർ വിഷയം, ആദ്യം ഇത് ചൊറിഞ്ഞിട്ടത് നമ്മളാ. അത് കഴിഞ്ഞപ്പോഴാണ് മാധ്യമങ്ങൾക്ക്, പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് പിടിക്കുകയല്ലാതെ മറ്റു വഴിയില്ലാത്ത ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ ഇന്ന് ചൊറിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി മതത്തിന്റെ ഏറ്റവും അപരിഷ്കൃതമായ ഗോത്ര രീതിയെ പോലും വെള്ളപൂശി കൊണ്ടു നടന്ന ഒരു മഹാനായ വ്യക്തിയുടെ തനി നിറം ഇന്ന് മുസ്ലിങ്ങൾക്ക്. അതായത് അദ്ദേഹം നോക്കിയപ്പോ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അദ്ദേഹം നോക്കിയപ്പോ കേരളത്തിൽ ഇനിയും മുസ്ലിങ്ങളെ മാത്രം പ്രീണിപ്പിച്ച് നിന്നാൽ സംഗതി വഷളാവും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഹിന്ദുക്കളും വേണം, ക്രിസ്ത്യാനികളും വേണം. വൈജു, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇന്ന് നമ്മുടെ TN പ്രതാപൻ ഉണ്ടല്ലോ, തൃശ്ശൂരിൽ എന്നിട്ട് പറയാണ് ഗുരുവായൂരപ്പനാണ് എന്റെ ജീവൻ. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നോമ്പ് വരെ ഞാൻ പിടിക്കും, മുസ്ലിങ്ങളില്ലാതെ എനിക്കൊന്നുമില്ല. ചെറിയ പ്രായത്തിലെ കൂട്ടുകാരൊക്കെ നോമ്പ് പിടിച്ചിരിക്കുമ്പോ അമ്മയോടമ്മേ എനിക്ക് കഞ്ഞി വേണ്ട എന്ന് പറയാൻ സന്മനസ് കാണിച്ച അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പറയാണ് ഗുരുവായൂരപ്പൻ ഇല്ല, അദ്ദേഹത്തിന് ഒരു ജീവിതം ഇല്ലത്രേ. കറകളഞ്ഞ ഒരു രാഷ്ട്രീയക്കാരന്റെ രീതി. അപ്പൊ പിണറായി വിജയൻ നോക്കിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, എന്തായിരുന്നാലും എന്നോടുകൂടി ഏതാണ്ട് കമ്മ്യൂണിസം അങ്ങ് അവസാനിച്ച് കിട്ടും, കേരളത്തിന്റെ ഭരണം തുടർ ഭരണം കിട്ടത്തിൽ അതൊക്കെ പോകുമെന്ന് മനസ്സിലായി. അപ്പോഴാണ് നോക്കിയപ്പോ നമ്മുടെ പത്മജ ചേച്ചിയും അങ്ങ് പോയി കിട്ടി. അവരും ചാണകത്തിൽ ചവിട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പിടിച്ചേ മതിയാവും. പത്മജയിലെ പത്മം വിരിഞ്ഞ ദിവസമാണ് ഇന്ന്. തന്നെയുമല്ല, അതെ, തന്നെയുമല്ല, ഇപ്പോ ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ പാലാ ബിഷപ്പിന്റെ വിഷയത്തിൽ കണ്ടതാണ്. അതുപോലെ സന്ദീപ് വാര്യരുടെ വിഷയത്തിൽ കണ്ടതാണ്. ഇങ്ങനെ പല വിഷയങ്ങളിലും ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം രൂപപ്പെട്ടപ്പോൾ കക്ഷി വിചാരിച്ചു ഇനി നമ്മൾ മാത്രം പിന്മാറി നിന്നിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് പൂഞ്ഞാറ് സെന്റ് മേരീസ് ഫെറോന പള്ളി, അതുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ നോക്കണം. മാധ്യമങ്ങൾക്ക് സഹവികാരിയെ കൊല്ലാൻ ശ്രമിക്കുകയും പള്ളിമേടയിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത തീവ്രവാദികളുടെ തോന്യാസങ്ങളാണ് എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അനിഷ്ട സംഭവങ്ങൾ, അത് എന്തുവാകാം. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രായാവൊന്ന് വായ തുറന്നുപോയി. അപ്പോഴേക്ക് എല്ലാ മുസ്ലിം സംഘടനകളും ഇളകി. അതോ ആരോ എഴുതി കൊടുത്തതാണ് കേട്ടോ. ഏതോ ഒരു സിനിമയുണ്ടല്ലോ, അച്ഛൻ മുഖ്യമന്ത്രിയാണ്, മോൻ എഴുതി കൊടുത്ത ഫയൽ ഒന്ന് മാറ്റി വെക്കുന്ന ഏതോ ഒരു സിനിമയുണ്ട്, പിന്നെ മറ്റേ ചിപ്പൊക്കെ മാറ്റി വെക്കുന്ന. അപ്പോ അതുപോലെ ആരോ എഴുതി കൊടുത്തു. കക്ഷി കയറി നിന്നങ്ങ് വായിച്ചു നോക്കിയപ്പോ പണി കിട്ടി. അപ്പോ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോ പിൻവലിക്കണമെന്നാണ് മുസ്ലിം സംഘടനകളെല്ലാം കൂടി സംയുക്തമായി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പരാമർശം വസ്തുതാവിരുദ്ധമാണ്. കാരണം പിടിച്ച 27 പേരും ഞമ്മന്റെ ആളുകളാണ്, മുറിയന്മാരാണ് എന്നുള്ളത് മുഖ്യമന്ത്രി അറിഞ്ഞാലും മിണ്ടാതിരുന്നാ പോരെ. അത് പറഞ്ഞ് നമ്മളെ ഇനിയും ശവത്തിൽ കുത്തണോ പിള്ളേച്ചാന്നാണ് മുസ്ലിം സംഘടനകൾ ചോദിച്ചത്. ആപ്പ മുസ്ലിം സംഘടനകളല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ, അതായത് വേട്ടക്കാര് മുസ്ലിങ്ങളായിട്ടാണ് വരുന്നതെങ്കിൽ
ഉത്തരവാദിത്വപ്പെട്ട ഒരു ചുമതലയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടുതൽ ആലോചിക്കണം. കാരണം ഇതിന്റെ കോൺസിക്വൻസസ് വളരെ പരിതാപകരമായിരിക്കണം എന്ന് ചിന്തിക്കണം. എന്നിട്ടേ പറയാൻ പാടുള്ളൂ. ചെറിയ ആളുകളല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2024 ഈ കേരളത്തെ ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കും ഉറപ്പാണ് എന്ന് പറയുന്ന SDPI അടക്കം മുസ്ലിം ലീഗ് ഉണ്ടതില്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ആര് ഈ ജമാഅത്തെ ഇസ്ലാമി? ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം മാത്രം തന്റെ മുഖമുദ്രയായി സ്വീകരിച്ചിട്ടുള്ള അബുൽ അഅ്ല മൗദൂദിയുടെ സംഘടന. ജനാധിപത്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ മനുഷ്യൻ, നമുക്ക് വേണ്ടത് മതാധിപത്യമാണ് എന്ന് പറഞ്ഞ ആള്, ബഹുസ്വരതയല്ല നമുക്ക് വേണ്ടത് മതാധിപത്യമാണ് എന്ന് പറഞ്ഞ ആള്, നമുക്ക് വേണ്ടത് സമത്വമല്ല പുരുഷാധിപത്യമാണ് വേണ്ടത് എന്ന് പറഞ്ഞ ആള്, ജനാധിപത്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും ദേശീയതയ്ക്കുമൊക്കെ തികച്ചും വിഭിന്നമായ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച അബുൽ അഅ്ല മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയൻ മാപ്പ് പറയണം. തീർന്നില്ല, നമുക്കറിയുന്ന കുറച്ച് സംഘടനകൾ മാത്രമല്ല ഉള്ളത്. മർക്കസു ദഅ്വ എന്ന സംഘടന, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടന, ലജനത്തുൽ മുഅല്ലിമീൻ എന്ന സംഘടന, പിന്നെ PDP തുടങ്ങിയ വെൽഫെയർ പാർട്ടിക്കാരടക്കം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയായ SDPI അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നു, മുസ്ലിങ്ങളെ കുത്തിനോവിക്കുമ്പോഴൊന്ന് സൂക്ഷിക്കണേ മുഖ്യമന്ത്രി. +2 വിദ്യാർത്ഥികളായ കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റാണത്രേ. ഈ +2 കുട്ടികൾക്ക് ആരാ വാഹനം കൊടുത്തത് കയ്യില്? ക്രിസ്ത്യൻ ചർച്ചിലേക്ക് കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും പള്ളി വികാരിയെ ഇടിച്ചു കൊല്ലാനുമൊക്കെ +2 കുട്ടികൾ തയ്യാറാകുന്നെങ്കിൽ ഇവരുടെ മദ്രസ ആലയത്തിൽ പഠിപ്പിക്കുന്നത് എന്താ? ഒരു മനുഷ്യനെ എങ്ങനെ അവരുടെ ഈറ്റില്ലത്തിലേക്ക് ഇടിച്ചു കയറി വാഹനം ഇടിപ്പിച്ച് കൊല്ലാമെന്ന് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? അപ്പോ ഇങ്ങനെ ഉണ്ടായ ഒരു തെറ്റിനെ ന്യായീകരിച്ച് സാമുദായിക സംഘർഷമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നേതാക്കൾ പറഞ്ഞത്. ഇത് സാമുദായിക സംഘർഷം തന്നെയല്ലേ? മുസ്ലിം തീവ്രവാദികൾ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇത് സാമുദായിക അന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അത് തുറന്നു പറയുമ്പോൾ ആർക്കാണ് ഇത്ര വേദന ഉണ്ടാകുന്നത്? അത്തരം പ്രവൃത്തികൾക്ക് പ്രത്യക്ഷമായ പിന്തുണ നൽകുന്ന ഇത്തരം ഹമാസ് തീവ്രവാദ സംഘടനകളെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരവസരം വരുമ്പോൾ ഇവർ ആരുടെ കൂടെ നിൽക്കുമെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ മുഖ്യമന്ത്രി ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സത്യം പറഞ്ഞു. എന്ത് തെമ്മാടിത്തമാണ് അവിടെ കാട്ടിയതെന്ന് ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ആരോ എഴുതി കൊടുത്തതേ, കക്ഷി അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞും പോയി. ഇതില് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൽ സംഭവം ഞാനത് ഇന്ന് ഉച്ചയ്ക്ക് അത് കൃത്യമായിട്ട് കേട്ട സമയത്ത് എനിക്ക് ചിരി വന്നു പോയി. കാരണം ആദ്യം ഇയാള് മുഖാമുഖം പരിപാടിയിൽ ന്യൂനപക്ഷങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് ന്യൂനപക്ഷത്തെ ഓടിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. മാത്രമല്ല നമ്മുടെ SDPയുടെ അഷ്റഫ് മൗലവിയുടെ ഒരു പ്രസ്താവന അതിന്റെ ഇടയ്ക്ക് ഇറങ്ങിയിരുന്നു. അതായത് ഈ പിടിക്കപ്പെട്ട പ്രതികളിൽ 10-ലധികം ക്രൈസ്തവരും ഹിന്ദുക്കളും ഉണ്ട്, 27 പ്രതികൾ മുസ്ലിങ്ങളാണെങ്കിൽ ബാക്കി വരുന്ന 10-ലധികം പ്രതികൾ മിക്സ്ഡ് ആയിട്ടുള്ള പ്രതികളാണ്. അവിടെ ഒരു വർഗീയ കലാപത്തിന് വേണ്ടി കോപ്പ് കൂട്ടിയതല്ല. അതുകൊണ്ട് മുസ്ലിങ്ങളോട് കൃത്യമായിട്ടും ഈ പക്ഷപാത രഹിതമായിട്ട് ഈ മുസ്ലിങ്ങളെ മാത്രം കുരുക്കുന്ന രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ട് മറ്റുള്ള പ്രതികളുടെ പേര് പുറത്തു വിടുന്നില്ല എന്ന് ആദ്യം ഇയാൾ പറഞ്ഞു കളഞ്ഞു. അതിനുശേഷം പിന്നെ കഴിഞ്ഞ ദിവസം അയാൾ വിട്ടൊരു കാര്യമുണ്ട്. അതായത് മുസ്ലിം പ്രതികളെ പീഡിപ്പിക്കുന്ന എന്താണ് മറ്റുള്ള പ്രതികളെ പീഡിപ്പിക്കാത്തതെന്ന് ചോദിച്ചാണ്. അത് ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ പന്തല്ലൂർ കാക്ക ചോദിച്ചത് പിണറായി വിജയനോട്, എന്താണ് ഞങ്ങളുടെ മുസ്ലിങ്ങളെ നിങ്ങൾ ഇത്ര പീഡിപ്പിക്കുന്നത്? അതാണ് പിണറായി വിജയന്റെ കടിഞ്ഞാണ് പൊട്ടിപ്പോയതെന്ന് പറയേണ്ടതുണ്ട്. കാരണം അയാൾ ക്ഷോഭിച്ചുകൊണ്ട് പറഞ്ഞത് അവിടെ നടന്നത് ആഭാസത്തരമാണ്, ശുദ്ധ തെമ്മാടിത്തരമാണ്, അതിൽ ഒരേ ഒരു പക്ഷക്കാർ മാത്രമല്ലോ, പോലീസിന് അവിടെ തെറ്റ് സംഭവിച്ചിട്ടില്ല, ആഭ്യന്തര വകുപ്പിന് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് പച്ചയ്ക്ക് അറിയാതെ പറഞ്ഞതാണെങ്കിൽ പോലും ടീച്ചർ പറഞ്ഞ പോലെ യാഥാർത്ഥ്യം ഒരു ദിവസമാണെങ്കിലും സത്യം അയാളെ വായിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ 27 പ്രതികളും ഈ പൂർണ്ണമായിട്ടും മുസ്ലിങ്ങളാണ് എന്നുള്ളത് ആഭ്യന്തരമന്ത്രി തന്നെ, മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതോടുകൂടി സുഡാപ്പികളുടെ ബാക്കിയുള്ള കാറ്റ് കൂടി കുത്തിവിട്ടു എന്ന് വേണം പറയേണ്ടതുണ്ട്. അതായത് എന്ത് തെമ്മാടിത്തമാണ് കാണിച്ചത് എന്നാ ചോദിച്ചത്. ഇവർക്ക്
ആ പദമുണ്ടല്ലോ എവിടെയൊക്കെയോ കയറി കൊളുത്തി വലിച്ചു. കാരണം ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ആശാന്റെ വായിൽ നിന്നൊരു വാക്ക് വരുന്നത്. വന്നതോ അറം പറ്റി. എന്നിട്ട് അടുത്ത ചോദ്യം ഇതാണ്, ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു. ഇത് തന്നെയല്ലേ നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്? സഹവികാരിയെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. അല്ലാതെ നമ്മുടെ പന്തല്ലൂരൻ ടീമും പറയുന്നത് പോലെ ചുമ്മാ അവിടെ പോയി ഒരു റീൽസ് ഇടാൻ വേണ്ടിയിട്ട് കയറിയതല്ല. കൃത്യമായിട്ട് പിണറായി വിജയൻ അത് പറഞ്ഞു. അയാള് രക്ഷപ്പെടുകയായിരുന്നു. ആര്? സഹവികാരി. ബൈക്കിടിച്ച് കാറ് കയറ്റി കൊല്ലാൻ ശ്രമിച്ചു. ചെറുപ്പക്കാരുടെ സെറ്റാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കൈകഴുകാൻ ശ്രമിച്ചപ്പോ എല്ലാ മാധ്യമങ്ങളും വിചാരിച്ചു ചെറുപ്പക്കാരെന്ന് പറയുമ്പോ മുസ്ലിം വിഭാഗത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത്, എല്ലാവരും ഉണ്ടല്ലോ. എന്തായിരുന്നാലും മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഉറപ്പായി. അതിലേറെ രസം ബൈജു പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കു വേണ്ടി സംഘടിപ്പിച്ച ഒരു മുഖാമുഖത്തിൽ അവരുടെ തന്നെ ആസനത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കഴിഞ്ഞ ഫെബ്രുവരി 23-ാം തീയതി അടിയായി പോയി. കഴിഞ്ഞ ഫെബ്രുവരി 23-ാം തീയതിയാണ് കോട്ടയത്ത് ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ നടന്ന സഹവികാരിയുടെ കൊല ചെയ്യാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട സംഭവം. ഈ 23-ാം തീയതി കഴിഞ്ഞ് കക്ഷി പ്രതികരിക്കുന്നത് ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടാ അല്ലെ? അപ്പൊ കക്ഷി സംഭവത്തെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഈ പള്ളിമുറ്റത്തേക്ക് ഇവർക്ക് കയറേണ്ട ഒരു കാര്യവുമില്ല. ശബ്ദം കാരണം അവരുടെ ആരാധന തടസ്സപ്പെടുത്തേണ്ട കാര്യവും ഇല്ല. ചോദിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ അസിസ്റ്റന്റ് വികാരിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട കാര്യവുമില്ല. തന്നെയുമല്ല, ഇദ്ദേഹത്തിന്റെ പോലീസ്, നമ്മുടെ സ്വന്തം പിണറായി വിജയന്റെ പോലീസ് ഏതൊക്കെ രൂപത്തിൽ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അവസാനം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലമിട്ടുടയ്ക്കുന്ന പരിപാടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തത്. എന്തായിരുന്നാലും ഇവര് പറഞ്ഞ് വാദിക്കുന്നത് അത് BJPക്ക് വളമായി തീരുവത്. ഈ സത്യം തുറന്നു പറഞ്ഞാൽ അത് BJPക്ക് വളമായി തീരുമെന്ന്. ഇദ്ദേഹം ഇത്രയും പ്രതികളുടെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല മീഡിയയെ. കാരണം കുട്ടികൾക്ക് ഇനി ഭാവിയുണ്ട്. വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടല്ലേ ഉള്ളൂ, ഇനിയും കൊല്ലണ്ടേ? എത്രയോ ആളുകളെ കൊല്ലാനുള്ള കൊലക്കയറാണ് ഇവരുടെ കയ്യിലുള്ളത്. പിന്നെ 2, ഇവരുടെ ആരുടെയും പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ല, അഡ്രസ്സ് പുറത്തുവിട്ടില്ല, ഇവരുടെ ഒന്നും തന്തമാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ല. അങ്ങനെ കുറെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ഈ പ്രശ്നം അവസാനിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള അടുത്ത ശ്രമമായിരുന്നു സിദ്ധാർത്ഥന്റെ വിഷയം. സിദ്ധാർത്ഥന്റെ വിഷയവും പൊങ്ങി വന്നപ്പോഴാണ് പിണറായി വിജയന് നേരം വെളുത്തത് കുറച്ച് കഴിഞ്ഞിട്ടാ. അല്ല, പൂഞ്ഞാർ സംഭവം ഉണ്ടല്ലോ, അത് പിന്നെയും ഇപ്പൊ ഇത് പറയേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. എല്ലാം മാറി തണുത്ത് കഴിഞ്ഞപ്പോ കക്ഷിക്ക് തന്നെ വേല വെച്ചു. അപ്പോ ഇത് മുസ്ലിം വിദ്യാർത്ഥികളാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ശ്രദ്ധിക്കണം. നമ്മള് തെരഞ്ഞെടുപ്പ് നേട്ടം മാത്രം മുമ്പിൽ കണ്ടിട്ട് വർഗീയ വിഭജന ശ്രമത്തിനുള്ള ഭാഗമാണെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത്. ആരായി പറയുന്നത്? സണ്ണി മാത്യു ഒക്കെ ഇനിയും പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇവനൊന്നും ഇത്രയൊന്നും വന്നാ പഠിക്കത്തില്ല. ഈ മുസ്ലിം ഭീകരതയെ താലോലിച്ചും പ്രീണിപ്പിച്ചും എത്ര കണ്ടിവരവരെ വളർത്താൻ ശ്രമിക്കുന്നോ അത്രമേൽ മൂർഖന് പാല് കൊടുക്കുന്നത് പോലെയാണ് എന്ന യാഥാർത്ഥ്യം ഇവർ ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ടിട്ടാണ് പിണറായി വിജയൻ ഇത് നടത്തിയിട്ടുള്ളതെന്ന് അവരോടൊപ്പം ഇത്രയും നാൾ ചേർന്ന് നിന്ന് ഇത്തരം വിഭാഗീയ പ്രസ്താവനകളൊക്കെ ഇറക്കിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പ്രതീക്ഷിച്ച അവർക്കറിയാം. കാരണം വെൽഫെയർ പാർട്ടിയോടൊപ്പം നിന്നിട്ടുണ്ട് പിണറായി വിജയൻ, SDPIയോടൊപ്പം നിന്നിട്ടുണ്ട്, മുസ്ലിം ലീഗിനോടൊപ്പം നിന്നിട്ടുണ്ട്, കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ അതിനകത്തുണ്ടായിരുന്നു എന്ന് നാട്ടുകാരെ പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചു. പക്ഷേ സത്യം അതായിരുന്നില്ല. ലക്ഷണമൊത്ത ഒരു വർഗീയ കലാപത്തിന് ആയുധങ്ങൾ കൂട്ടിവെച്ചിട്ട് ക്രിസ്ത്യാനികളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവര് നടത്തിയത്. ഇത് തന്നെയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് നടത്തിയത്. എന്തായിരുന്നു അതിലെ മുദ്രാവാക്യം?
തല്ലിക്കൊന്ന് അമ്പലനടയിൽ കെട്ടിത്തൂക്കും. അതായത് ഹൈന്ദവ വികാരത്തെ മാക്സിമം ഇളക്കി വിടുക. എന്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ മൗലവി ചെയ്തത്? ആ മൗലവി ചെയ്തതും അത് തന്നെയാണ്. ഗണപതി മിത്ത്, പിന്നീട് നമ്മുടെ കോവിന്ദൻ ആദ്യം മിത്താണെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ എവിടെ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല, ഗണപതി മിത്താണെന്ന് ഞാൻ പറഞ്ഞോ എന്ന്. അപ്പോ ഇവര് കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയുധങ്ങളൊക്കെ സംഭരിച്ച്, അതിന് വേണ്ടുന്ന സൈനിക സന്നാഹങ്ങളൊക്കെ സംഭരിച്ച് ഇവര് കാത്തിരിക്കുവാണ്. അതിന് ക്രൈസ്തവ വൈകാരികതയെ ഇളക്കി വിടണം. ഇവര് നോക്കിയിട്ട് അതിന് പറ്റിയില്ല. അപ്പോഴെന്ത് ചെയ്തു? ഇവരൊരു മുഹമ്മദ് യൂസഫ് എന്നൊരുത്തനെ ഇറക്കി, ബൈബിള് കത്തിച്ചു നോക്കി, ഇളകിയില്ല. പിന്നെ പുൽക്കൂട് എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ചു നോക്കി, ഇളകിയില്ല. യേശു വ്യഭിചാര പുത്രനാണെന്ന് പറഞ്ഞു നോക്കി. ക്രിസ്ത്യാനികളല്ലേ ആൾക്കാര്, ഒന്ന് പ്രാർത്ഥിക്കുക, ക്ഷമിച്ചു കൊടുക്കുക, അടുത്ത കരണവും കൊണ്ട് പോകുക SDPക്കാരുടെ മുന്നിലേക്ക്. ഇപ്പൊ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഇളക്കി വിട്ട്, ക്രൈസ്തവ വൈകാരികതയെ ഇളക്കി വിട്ട്, ഹൈന്ദവ വൈകാരികതകളെ ഇളക്കി വിട്ട് ഈ കേരളത്തിൽ ഇവരെന്നും ഒരു കലാപ അന്തരീക്ഷത്തിന് വേണ്ടി കാത്തു നിൽക്കുവാണ്. അതുകൊണ്ട് ഈ മുസ്ലിം വിദ്യാർത്ഥികളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള സംഭവത്തിൽ മറ്റുള്ളവരെ കൂടി ഇവര് വലിച്ചിടുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് നടന്നത് ഈരാറ്റുപേട്ടയിലാണ്. ഇപ്പോ ഇടതു മുന്നണിയിലെ ഘടകകക്ഷി നേതാവ് തന്നെ ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞതായിട്ട് നമുക്കറിയാം. വിവിധ സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷേ ഒരു സമുദായത്തിലെ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നത് പകൽ പോലെ വ്യക്തം. എന്നിട്ട് ഇവര് പറയുന്നു സംഘപരിവാർ അനുകൂല തീവ്രവാദ സംഘടനകൾ. ആരെയാ പറയുന്നത്? കാസേ. അവരുടെ വാദമാണത്രേ മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോ ഈ നാട്ടില് ഒരു സത്യവും പറയാൻ പാടില്ലേ? ഒരു സത്യവും പറയരുത്. ഇവരെന്താണോ ലക്ഷ്യം വെക്കുന്നത് അതുമാത്രം ഈ നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഇത്തരം വ്യാജവാദങ്ങളും അസത്യങ്ങളും ഒക്കെ തൊണ്ട തൊടാതെ മാധ്യമങ്ങൾ വിഴുങ്ങുന്നത് പോലെ ഇന്ന് കേരളത്തിന്റെ മതേതരത്വം അത് പുഴുങ്ങി തിന്നാൻ തയ്യാറാകില്ല. കാരണം അവർ പക്വവും സത്യസന്ധവുമായ രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കും. അവരിതിന്റെ സത്യസന്ധത എന്താണ് എന്ന് കണ്ടെത്തും. അതായത് മുസ്ലിം വിദ്യാർത്ഥികളുടെ അപക്വമായ പ്രവർത്തനമല്ല ഇത്, ലക്ഷണമൊത്ത തീവ്രവാദ പ്രവർത്തനം. ഇനി ആ സഹവികാരി വാഹനം കയറ്റി ഇവര് കൊന്നിരിക്കട്ടെ, അപ്പോഴും ഇവർ അപക്വമായ +2കാരുടെ വൈകാരികമായ രീതിയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുമായിരുന്നോ? കള്ളുകുടിയൻ കുത്തിയാലും കുത്തേൽക്കും, പ്രായപൂർത്തിയാകാത്ത ഈ തീവ്രവാദികൾ കുത്തിയാലും കുത്തേൽക്കും. കേരളത്തിലെ ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഒരുമിപ്പിക്കാൻ എത്രയോ കാലങ്ങളായി എല്ലാ ഹൈന്ദവ ക്രൈസ്തവ നേതാക്കളും കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് അത് സാധിക്കാതെ വന്നു. ഒരു 9 വയസ്സുകാരനാണ് കേരളത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം രൂപപ്പെടുത്തിയത്. എങ്ങനെയാണെന്ന് അറിയാമോ? തൊടുപുഴ ഒരു മുദ്രാവാക്യം ഓർമ്മയില്ലേ? അരിയും മലരും കുന്തിരിക്കവും. അതെ, ആ 8-9 വയസ്സുള്ള കുട്ടിക്കാലന്റെ ആ ഒരൊറ്റ മുദ്രാവാക്യത്തോടെ കേരളം വിധി എഴുതി. ഇനിയെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഒരു ജോഡി തുണിയും എടുത്ത് പെട്ടിയും കുട്ടിയും ഒക്കെ എടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടി മരിക്കുകയല്ലാതെ അഭയാർത്ഥികളായിട്ട് ചെന്ന് എവിടെ കയറും? പാകിസ്ഥാനിലേക്കോ അതോ അഫ്ഗാനിലേക്കോ അതോ ബംഗ്ലാദേശിലേക്കോ എവിടെ ചെന്ന് കയറും? അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലെ മതവും സമുദായവും തിരിച്ചുള്ള വർഗീയമായ ചേരിതിരിവിന് അവസരമുണ്ടാക്കുന്ന ഇത്തരം നേതാക്കന്മാരെ ഉണ്ടല്ലോ, നിലയ്ക്ക് നിർത്താൻ ഹൈന്ദവ ക്രൈസ്തവ കേരളത്തിലെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ, സംഘടനകൾ, നേതാക്കന്മാർ ക്രിയാത്മകമായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും വസ്തുതാപരമായ ഒരു സത്യം തുറന്നു പറയാൻ പറ്റാത്ത മണ്ണായി കേരളം അവശേഷിക്കും എന്നത് യാഥാർത്ഥ്യം. സംഘപരിവാരത്തിന്റെ മാതൃകയിൽ വർഗീയമായ ചേരിതിരിവിലൂടെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ കൊയ്യുന്ന തീക്കളിയാണ് പിണറായി വിജയൻ ചെയ്തതെന്നും അത് ഉപേക്ഷിക്കാൻ CPM നേതാക്കൾ തയ്യാറാകാത്തത്
ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നും അത്തരം സംഘപരിവാർ ആശയങ്ങളെ ആത്യന്തികമായി നിങ്ങൾ പ്രതിരോധിക്കണമെന്നുമാണ് SDPI മുസ്ലിം ലീഗ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ പറഞ്ഞതെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്, ദൗർഭാഗ്യമാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഇവരെ തിരുത്താൻ പറ്റില്ല, മറിച്ച് നമ്മൾ പ്രതിരോധിക്കുക തന്നെ വേണം. ഒരാൾക്കെങ്കിലും വെളിവും വെള്ളിയാഴ്ച ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അല്ല ടീച്ചറെ, ഇതില് മറ്റൊരു കാര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, അതായത് ഒരു കൈ കൊണ്ട് തലോടുക, ഒരു കൈ കൊണ്ട് അടിക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ എക്കാലത്തെ ഒരു സിസ്റ്റം തന്നെയാണ്. ഇന്ന് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്ന അഭിമന്യുവിന്റെ കോടതിയിലുള്ള സകലമാന രേഖകളും 183-ലധികം രേഖകൾ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. അതായത് ആ വാർത്ത ഇന്ന് സത്യത്തിൽ വൈറലായി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു വികൃത മുഖം ഇന്ന് ചാനലുകൾ അനാവരണം ചെയ്യുമെന്നുള്ള ആ ഒരു ഘട്ടം വന്ന സമയത്ത് തന്നെയാണ് ഇന്ന് ചാനലുകാർ കൃത്യമായിട്ടും ഈ വിഷയം ഏറ്റെടുത്ത് അത് വൈറലാക്കിയതും അഭിമന്യുവിന്റെ വിഷയം വെറും ജനൻ ടിവിയിൽ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് മാറിയത്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു കോടതിയിൽ പാർട്ടിയുടെ ശ്രീമതിയും AK ബാലനും ഒക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ മരിച്ചുപോയ ജോസഫൈൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, 36 വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയി ഇരിക്കുന്ന സമയത്ത് പറഞ്ഞ ഡയലോഗായിരുന്നു പ്രധാനമായിട്ടുള്ള ഡയലോഗ്. പാർട്ടിക്ക് കോടതിയുണ്ട്, പാർട്ടിക്ക് പോലീസുണ്ട്, പാർട്ടിക്ക് പട്ടാളമുണ്ട്, പാർട്ടി തന്നെയാണ് എല്ലാം തീരുമാനിക്കുക. എനിക്കൊരു പ്രശ്നം വന്നാൽ പോലും ഞാൻ പാർട്ടിയോടാണ് പറയുക, പാർട്ടിയാണ് എന്നോട് പറയുന്നതിനനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു. മാത്രമല്ല എന്നാ അനുഭവിച്ച എന്ന ഡയലോഗോടുകൂടി പുള്ളിക്കാരി അനുഭവിച്ചുകൊണ്ട് ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അഭിമന്യുവിന്റെ രേഖകൾ എന്ന് പറയുന്നത് നമ്മൾ കരുതും ചില്ലറ രേഖകളൊന്നുമല്ല. അയാൾക്ക് കുത്തേറ്റ്, ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് പോലും ഞാൻ ഇന്ന് വായിച്ചു നോക്കി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ അഭിമന്യുവിന് കോളേജിൽ നിന്നും കുത്തേറ്റ് ആദ്യം ഹാജരാക്കുന്ന ആശുപത്രി, ഈ ആശുപത്രിയിൽ ഈ കാഷ്വാലിറ്റിയിൽ കൊണ്ടു ചെല്ലുന്ന സമയത്ത് ഈ കാഷ്വാലിറ്റി മുതൽ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖ, അതായത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എന്താണ് പേര്, ആ സമയത്തൊക്കെ അഭിമന്യു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ അഭിമന്യു സംസാരിച്ച മൊഴി രേഖപ്പെടുത്തിയത് മാത്രമല്ല, അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, ട്രീറ്റ്മെന്റിന്റെ ആ പുരോഗതിയും അതിനനുസരിച്ച് അവിടുത്തെ ഡോക്ടർമാരുടെ മൊഴികൾ, ആ മൊഴികൾ രേഖപ്പെടുത്തിയ രേഖകൾ, അതിനുശേഷം ഇതിന്റെ FIRന്റെ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടിലേക്ക് വേണ്ടുന്ന ഒരുപാട് ആധികാരിക രേഖകൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അഭിമന്യുവിന്റെ ശക്തമായിട്ടുള്ള മൊഴികളായിരുന്നു. അതിൽ എത്രത്തോളം തിരുത്ത് പിന്നീട് വന്നു എന്ന് നമ്മൾക്കറിയില്ല. പക്ഷെ അതടക്കമുള്ള 180-ലധികം രേഖകൾ ഒരു കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമാവുക, അത് കോടതിക്ക് പോലും പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക, അത് കൃത്യമായിട്ടും ആരാണത് എടുത്തിട്ടുണ്ടാവുക എന്ന് അന്വേഷിക്കുന്നവർക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെയും അഭിമന്യുവിന്റെയും ഈ മരണം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ സിദ്ധാർത്ഥിന്റെ പ്രതികളെ എത്രയും പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു 8ഓളം പ്രതികളെ 12ഓളം പ്രതികളെ ആദ്യ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു, അത് 18ആയി മാറിയതൊക്കെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിലുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും ആ സമയം കൊണ്ട് പെട്ടെന്ന് ദ്രുതഗതിയിൽ ആക്ഷൻ എടുത്ത പിണറായി വിജയൻ അവരുടെ തന്നെ ഒരു സഖാവിനെ ഈ SDPI കൊടും ഭീകരന്മാർ കത്തിക്കുത്തിലൂടെ കൊന്ന് നിമിഷം, അതും പുലർച്ചെ സമയത്ത് ആ പയ്യനെ വിളിച്ചു വരുത്തിയ സിദ്ധാർത്ഥിന്റെ മരണവും ഈ അഭിമന്യുവിന്റെ മരണത്തിന് ഒരുപാട് സമാനതകളുണ്ട്. കാരണം അഭിമന്യുവും ഇതുപോലെ തന്നെ വീട്ടിൽ കിടന്നുറങ്ങുന്ന അഭിമന്യുവിനെ വിളിച്ചു വരുത്തുന്നു, തന്റെ സഹപാഠിയായിട്ടുള്ള അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ജിഹാദി. അതേപോലെ തന്നെ സിദ്ധാർത്ഥ് വീട്ടിലേക്ക് മടങ്ങുന്ന കൊല്ലത്തേക്ക് മടങ്ങുന്ന സിദ്ധാർത്ഥിനെ എറണാകുളം എത്തിയ സമയത്ത് തിരിച്ചു വിളിക്കുന്നു. എന്നിട്ട് പരിഹാരം ഉണ്ടാക്കി തരാം എന്ന രീതിയിൽ വിളിച്ചു വരുത്തി ആ 2 ജീവനുകളും പൊലിയുന്നു. രണ്ടും കലാലയത്തിനുള്ളിൽ തന്നെ എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ ഹോസ്റ്റലിൽ ഇരിക്കുന്നതും കലാലയ വളപ്പിൽ തന്നെയാണ്. അഭിമന്യു കൊല്ലപ്പെട്ടത് കലാലയ മുറ്റത്ത് വെച്ച് തന്നെയാണ്. അത് നിമിഷങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ടു. ഒന്ന് 3 ദിവസം പീഡിപ്പിച്ച് കൊല്ലപ്പെട്ടു. രണ്ടും ഇസ്ലാമിക കൊടും ഭീകരതയുടെ ആ ഒരു ലാഞ്ചന കൃത്യമായിട്ട് കാണിക്കുന്ന, അത് കഠോരമായിട്ടുള്ള രീതിയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ. അങ്ങനെ ഈ അഭിമന്യുവിന്റെ ഈ വിഷയം മറയ്ക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒരു തലോടലും ഒരു അടിയും കൊടുക്കുന്ന രീതിയിൽ ഈ വാർത്തയെ വളച്ചൊടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ അറിയാമല്ലോ. കാരണം അയാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും. വെറും ഒരു കണ്ണൂർ ലോബിയിൽ മാത്രം ഒതുങ്ങിയുണ്ടായിരുന്ന പിണറായി വിജയൻ, അതും വെറും കള്ളിജത്ത് തൊഴിലാളിയായ കോരന്റെ മകനായിരുന്ന ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത വിജയൻ, അയാളുടെ സ്കൂൾ കാലഘട്ടമൊക്കെ പറയുന്നുണ്ട് അയാൾക്ക് നിക്കർ മാറിയിടാൻ ഇല്ലാത്തത് കൊണ്ട് അയാൾ സ്കൂളിലേക്ക് വരാത്തത് കൊണ്ട് ഇയാളെ തന്നെ പഠിപ്പിച്ച വിജയൻ എന്ന് പേരുള്ള ഒരു അധ്യാപകന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഞാനാണ് ഈ പിണറായി വിജയൻ തന്നെ പല വേദികളിലും
ഒക്കെ ആദ്യം അഭിമാനത്തോടെ പറയുമായിരുന്നു. ഇന്നിപ്പോൾ പിണറായി വിജയൻ ശതകോടീശ്വരന്റെ അതല്ലെങ്കിൽ ശതകോടികളുടെ ഉടമയായി മാറിയതുകൊണ്ട് മകനും മക്കളും ഒക്കെ വലിയ രീതിയിൽ മാറി എന്നുള്ളത് കട്ടിട്ടും ഒട്ടിച്ചിട്ടാണെങ്കിൽ പോലും മാറിയത് കൊണ്ട് ഇന്ന് പിണറായി വിജയൻ ആ കഥകളൊന്നും ഇന്ന് പറയുന്നില്ല. അത് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വിജയൻ എന്ന് പറയുന്ന മാഷ് അയാൾ കൃത്യമായിട്ട് പിണറായി വിജയനെ വീട്ടിൽ പോയി കാണുന്നു. എന്തുകൊണ്ടാണ് വിജയൻ വരാത്തതെന്ന് കോരനോട് ചോദിക്കുന്നു. കോരൻ പറയുന്നു, എന്റെ ഈ കള്ളുചെത്ത് കൊണ്ടൊന്നും പിണറായി വിജയനെ സ്കൂളിലേക്ക് വിടാൻ പറ്റുന്നില്ല. സത്യത്തിൽ പിണറായി എന്ന് പറയുന്ന ഒരു വാക്ക് ഇനി നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറ്റി പിടിക്കണം ടീച്ചറെ. കാരണം ഞാൻ കണ്ണൂരിൽ പോയപ്പോൾ നമ്മളൊക്കെ കണ്ണൂരിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു സ്ഥലമാണ് ഈ പിണറായി എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്ത് എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. നമ്മുടെ പാണ്ഡ്യാല ഷാജി സാർ എന്നും ജനം ടി വി ചർച്ചയിൽ പറയുന്നതാണ്, ഒരിക്കലും ആരും പിണറായി എന്ന് പറയുന്ന സ്ഥലത്തെ കുറ്റപ്പെടുത്തരുത്. പിണറായി വിജയൻ എന്ന് പറയുന്നത് എടുത്ത് നിങ്ങൾ കോരന്റെ മകൻ വിജയൻ എന്ന് പറഞ്ഞോളൂ. പിണറായി എന്ന് പറയുന്ന സ്ഥലം നല്ലൊരു പവിത്രമായ സ്ഥലമാണ്, അതിനെ കുറ്റപ്പെടുത്തല്ലേ എന്നുള്ളത്. അതുകൊണ്ട് ഇനി അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് പാറപ്പുറത്ത് വിജയൻ അതല്ലെങ്കിൽ കോരന്റെ മകൻ വിജയൻ അല്ലെങ്കിൽ വെറും വിജയൻ എന്ന് പറയാം. ഈ വിജയന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആ സമയത്ത് വിജയൻ എന്ന് പറയുന്ന അധ്യാപകൻ പിണറായി വിജയനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു സ്കൂളിലേക്ക്. അങ്ങനെ പിന്നീട് ഈ വിജയൻ എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു ഈ കോരന്റെ മകൻ അതല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് വിജയന്റെ സകല ചിലവും എടുത്ത് ഈ ചങ്ങാതിയെ പഠിപ്പിച്ച്, പിന്നെ രാഷ്ട്രീയത്തിലൂടെ ആയിരുന്നു അവന്റെ പഠനം വളർന്നതെങ്കിലും അവന്റെ അക്കാദമിക് വിദ്യാഭ്യാസം എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 4 അക്ഷരം കൂട്ടി വായിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എഴുതി കൊടുത്ത പേപ്പർ നോക്കിക്കൊണ്ട് തന്നെ മാറ്റി മാറ്റി സിനിമകളിലൊക്കെ റീല് മാറ്റുന്ന പോലെ തന്നെ പണ്ട് ഈ ഫിലിമൊക്കെ നമ്മൾ കുട്ടികളായിട്ട് കളിക്കുന്ന സമയത്ത് ഈ ഫിലിം നോക്കാൻ വേണ്ടി ഒരു ക്യാമറ നമ്മൾ വാങ്ങാറുണ്ട്. അതിന്റെ ഇടയിൽ ഈ ഫിലിം ഇങ്ങനെ തിരികെ കൊടുത്തുകൊണ്ട് കാണാറുണ്ട്. അതുപോലെ പിണറായി വിജയൻ മേശന്റെ അടിയിൽ നിന്ന് ഓരോ പേപ്പർ വലിച്ചെടുക്കുന്നു, അത് വായിക്കുന്നു. അതെങ്ങാം ഒരു കാറ്റത്ത് പാറിപ്പോയാൽ തീർന്ന ഒരു രീതിയിലുള്ള മുഖ്യമന്ത്രി. ആ രീതിയിലുള്ള ഈ വിജയൻ കൃത്യമായിട്ട് അങ്ങനെ ഈ അക്കാദമിക് വിദ്യാഭ്യാസം എവിടെ എത്തിയുള്ള അറിയില്ല നമ്മൾക്ക്. അതിനുശേഷം ഇയാൾ രാഷ്ട്രീയത്തിലൂടെ വളരുന്നു. ആ സമയത്ത് ആദ്യം ഈ വിജയൻ എന്ന് പറയുന്ന അധ്യാപകനിട്ടിട്ടാണ് ആദ്യം പണി കൊടുത്തത് എന്നൊക്കെ ഈ നമ്മുടെ പാണ്ഡ്യാല ഷാജി സാർ പറയുന്ന ഒരുപാട് ചർച്ചകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ആളെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. ഈ വിജയന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി, പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററും വിജയന്റെ രാഷ്ട്രീയ ഗുരു പിണറായി എന്ന് പറയുന്ന വാക്കിലേക്ക് മാറിയ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ കോടീശ്വരനായിട്ടുള്ള മുണ്ടയിൽ കോരന്റെ മകൻ തെങ്ങുചെത്ത് തൊഴിലാളിയായ ഈ കോരന്റെ മകനായിട്ടുള്ള വിജയൻ കോടീശ്വരനാവുന്നതിന് മുൻപ് ഈ ഗോപാലൻ എന്ന് പറയുന്ന ആളായിരുന്നു ഇയാളുടെ ഗുരു, പാണ്ഡ്യാല ഷാജി സാറിന്റെ അച്ഛനായിട്ടുള്ള ഗോപാലൻ. എന്നാൽ ഈ പാണ്ഡ്യാല ഷാജിയും ഈ പിണറായി എന്ന് പറയുന്ന ഈ വിജയനും ഒന്നിച്ച് പഠിച്ച് കളിച്ച് വളർന്ന് രാഷ്ട്രീയം പഠിച്ച് വളർന്ന ഇവൻ ആദ്യം ചെയ്തതെന്നറിയാമോ ടീച്ചറെ? ഈ പാണ്ഡ്യാല ഷാജി ഗുരുവിന്റെ മകന്റെ കാല് തല്ലി ഓടിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതാണ്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, പിണറായിയുടെ ഈ വിജയന്റെ കോരന്റെ മകൻ വിജയന്റെ ഈ രാഷ്ട്രീയ ഗുരുവായ ഗോപാലൻ എന്ന് പറയുന്ന പാണ്ഡ്യാല ഗോപാലന്റെ മകൻ പാണ്ഡ്യാല ഷാജി സാർ എത്രയോ വേദികളിൽ ഉച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരുന്നു വിജയന്റെ രാഷ്ട്രീയ വളർച്ച. അങ്ങനെ വളർന്ന് രാഷ്ട്രീയത്തിൽ അവസാനം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തോട്ട് വരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം ആദ്യം ആരെയാണോ ആശ്രയിച്ച് ഈ വിജയൻ നടന്നത്, VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന അന്നത്തെ പ്രമുഖനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, അയാളുടെ ചീട്ട് തന്നെ വിജയൻ ആദ്യം കീറുന്നു. അയാൾക്ക് നിയമസഭയിൽ മത്സരിക്കാൻ ഒരു സീറ്റ് പോലും കൊടുക്കാതെ വിജയൻ തന്റെ ആദ്യ ക്രൂരത ഈ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗോപാലൻ മാസ്റ്ററോടും മകനോടും കാണിച്ചതിന്റെ അതിന്റെ അതറിയാത്തതാണെങ്കിൽ പോലും ഇത് അറിഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാവരും അറിയുന്നു. അവസാനം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ റോട്ടിൽ ഇറങ്ങിക്കൊണ്ട് ഇന്നിപ്പോൾ കരിവേപ്പില കണക്ക് വീട്ടിൽ വിശ്രമിക്കുന്ന VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന എക്കാലത്തെയും എന്ന് പറയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അയാൾക്കിട്ട് പണി കൊടുക്കുന്നു. അയാളുടെ വലിയ വാദോരാതെ പറയാനൊന്നുമില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇസ്ലാമിക പ്രീണനം നടത്തിയ ഒരു വ്യക്തിയെന്ന് നമ്മൾക്ക് പറയേണ്ടതുള്ളൂ. കാരണം അയാൾ നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ വിജയൻ ഈ രീതിയിലേക്ക് മാറുമായിരുന്നില്ല ഒരു പക്ഷേ. ഈ വിജയൻ ഇന്ന് ഊട്ടി വളർത്തുന്ന ആ ഭീകരന്മാരെ ഒരു പരിധിവരെ കെ കരുണാകരന് ശേഷം ശരിക്കും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കുറച്ചെങ്കിലും കഴിയുമായിരുന്നു അച്യുതാനന്ദന്. അയാൾ അത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ഇന്ന് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന കണക്ക് തന്നെ കൃത്യമായിട്ടും അയാൾ വീട്ടിൽ വെറും കരിവേപ്പില കണക്ക് ജീവിച്ചു പോകുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ തല്ലാനും തലോടാനും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് വിജയൻ മുഖ്യമന്ത്രിയായതും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതും കോരയിൽ മുണ്ടന്റെ മകൻ അതല്ലെങ്കിൽ കോരന്റെ മകനായിട്ടുള്ള ഈ കള്ളിചെത്ത് തൊഴിലാളിയുടെ മകനായിട്ടുള്ള പിണറായിക്ക് വിജയനെ അത് നാണക്കേടായി മാറിയതും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് അവസാനം ഒരു ജിഹാദി നാമധാരിയുള്ള റിയാസ് എന്ന് പറയുന്ന ഒരുത്തന് 2ാം കെട്ടിലൂടെ തന്റെ മകളെ കെട്ടിച്ചു കൊടുത്തു എന്ന് ആര് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല. അത്തരത്തിൽ മാറിക്കൊണ്ട് ഇന്ന് ഈ കേരളത്തെ സ്ത്രീധനമായി തന്റെ മരുമകന് കൊടുത്ത രീതിയിലേക്ക് മാറുമ്പോൾ ഇത് പിണറായിയുടെ ഒരു ഇരട്ടത്താപ്പ്, വിജയന്റെ ഒരു ഇരട്ടത്താപ്പാണ് എന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവുമോ ടീച്ചറെ? ഒരിക്കലും പറ്റില്ല.
ടീച്ചർ കേൾക്കുന്നുണ്ടോ? ടീച്ചറുടെ നെറ്റ് കട്ടായതാണെന്ന് തോന്നുന്നു. ടീച്ചറുടെ നെറ്റ് കട്ടായതാണ്. ടീച്ചർ നിമിഷങ്ങൾക്കുള്ളിൽ വരും. എന്തായാലും പ്രേക്ഷകർ നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെയാണ് ഈ വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ ഒരു ഇരട്ട മുഖം എന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ഈ തിരക്ക് പിടിച്ച ദിവസത്തിലാണെങ്കിൽ പോലും ചൊറിയാതെ വയ്യ എന്ന ഈ പ്രോഗ്രാമിൽ കൃത്യമായിട്ടും നമ്മൾ ഇത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. കാരണം ഒട്ടേറെ ചാനലുകളിൽ ഒന്നുമില്ല പിണറായി എന്ന് പറയുന്ന ഈ വിജയന്റെ യഥാർത്ഥത്തിലുള്ള മുഖം എന്താണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ പറയാത്തിടത്തോളം കാലമാണ് ഈ ചൊറിയാതെ വയ്യ എന്ന ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രാധാന്യം എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ വിജയൻ എന്ന് പറയുന്ന കൊടും ക്രൂരനായിട്ടുള്ള ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന, ഇതൊന്നും പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, കാരണം പിണറായി ആയിരുന്നു വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളിയെ മഴു ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയില്ലേ ഒരു പ്രതി ആയിരുന്നു പിണറായി വിജയൻ. പിന്നീട് എങ്ങനെയാണ് പിണറായി വിജയൻ പ്രതിപട്ടികയിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടും വ്യക്തമാവുന്നത് ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്, അന്നും അത് തന്നെയായിരുന്നു നടന്നത് എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്ന പിണറായി വിജയന്റെ പേര് ഇന്നും തലശ്ശേരിയുടെ കോടതി റെക്കോർഡുകളിൽ ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. ആ റെക്കോർഡ് റൂമിൽ ഇരിക്കുന്ന ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് കോടതിക്ക് വേണ്ടത് തെളിവും സാക്ഷിമൊഴികളുമാണല്ലോ, ഈ സാക്ഷിമൊഴികളും തെളിവുകളും എങ്ങനെയാണ് നശിപ്പിക്കുക എന്ന് അന്നും പിണറായിക്ക് അറിയാം, ഇന്നും വിജയൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അഭിമന്യു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കുഞ്ഞിനെ SDPI കൊടും ഭീകരന്മാർ കലാലയത്തിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ ആ കേസിലെ സകലമായ രേഖകളും നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നവർക്ക് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകത്തിൽ നിന്നും പിണറായി വിജയന്റെ പേര് പ്രതിപട്ടികയിൽ നിന്നും എങ്ങനെയാണ് നീക്കം എങ്ങനെയാണ് ചെയ്യപ്പെട്ടത്, പിണറായി വിജയൻ എങ്ങനെയാണ് ആ പ്രതിപട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി കളിച്ചത് എന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 1960കളിലേക്ക് നമ്മൾ പോവണം. ആ 60കളിൽ സംഭവിച്ചത് തന്നെ ഇന്ന് 2024ലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വാടിക്കൽ രാമകൃഷ്ണന്റെ കേസിലെ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സാക്ഷിമൊഴികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിന്നെ ഞാൻ തട്ടിക്കളയും, എനിക്കെതിരെ തെളിവ് സാക്ഷിമൊഴി കൊടുത്താൽ എന്ന് ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പിണറായി വിജയൻ കാണിച്ചിട്ടുള്ള ഈ അഭിമന്യു എന്ന് പറയുന്ന ആ കുട്ടി സഖാവിനെ ഇസ്ലാമിക ഭീകരന്മാർ കുത്തിക്കൊന്ന ആ കേസിലെ സകലമാന തെളിവുകളും നശിപ്പിച്ചുകൊണ്ട് ഈ വിജയൻ എന്ന് പറയുന്ന ദുഷ്ടൻ അന്ന് ചെയ്തതും ഇന്ന് ചെയ്തതും ഒന്ന് തന്നെയാണ്, ഞങ്ങൾക്ക് ഇനിയും ചെയ്യാൻ അറിയാമെന്ന് തെളിവ് കാണിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഈ ചങ്ങാതി കാണിക്കുന്ന, ഈ വിജയൻ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ആ ടീച്ചർ ലൈവിലേക്ക് വന്നിട്ടുണ്ട്. ടീച്ചറെ, ആ ഇരട്ടത്താപ്പ് ഒന്ന് പറഞ്ഞുകൊള്ളൂ. എനിക്കിവിടെ റേഞ്ചിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, ടീച്ചർ തുടർന്നോളൂ. എനിക്ക് കറണ്ട് പോയതാണ്. നമ്മൾ ആലോചിക്കണം, നമുക്കിന്ന് ജുഡീഷ്യറിയെ പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഏതെല്ലാം മേഖലയിലാണ് മുസ്ലിം തീവ്രവാദികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. സ്വപ്ന വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു പല കാര്യങ്ങളും. പക്ഷെ സരിതയുടെ വാക്കുപോലെയല്ല സ്വപ്നയുടെ വാക്ക് കേരളം കണ്ടത്. പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഭീഭത്സമായ മറ്റൊരു ഭീകരത നിറഞ്ഞ മുഖമായിരുന്നു സ്വപ്ന നമ്മോട് വിളിച്ചു പറഞ്ഞത്. ഒരു ഭാഗത്ത് ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മുസ്ലിം തീവ്രവാദത്തെ പ്രീണിപ്പിക്കുകയും, നമ്മൾ കണ്ടില്ലേ ഖുർആനിന്റെ രൂപത്തിലൊക്കെ ഇവിടെ സ്വർണം വന്നിറങ്ങിയത്. ഇന്നിപ്പോ ഒരു CPM നേതാവിന്റെ ഭാര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് പേടിയാണത്രേ. നീതി നൽകുമെന്ന് വിശ്വസിക്കുന്ന കോടതി പോലും അത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? അന്തരിച്ച ഒരു CPM നേതാവുണ്ട്, സൈമൺ ബ്രിട്ടോ. അയാളുടെ ഭാര്യ സീന ഭാസ്കർ, അതായത് കോടതിക്കകത്ത് കയറി പോപ്പുലർ ഫ്രണ്ട് ഭീകരർ അഭിമന്യുവിന്റെ രേഖകൾ എടുത്തു മാറ്റുന്നെങ്കിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എടുത്തു മാറ്റുന്നെങ്കിൽ, ഒന്നുകിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ അതിനകത്തുണ്ട്, അതല്ലെങ്കിൽ ശിരസ്തദാർ അടക്കമുള്ളവരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോടതിയെ നമ്മൾ വിശ്വസിക്കുവാണ്. അവസാന വാക്കാണ് നമുക്ക് കോടതി. ഈ അഭിമന്യു കൊലക്കേസിലെ സുപ്രധാനമായ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതെ പോയ സംഭവം ആലോചിക്കണം നമ്മള്. അവര് മാധ്യമങ്ങളോട് പ്രതികരിക്കുവാണ് വിഷയം. അതായത് ബൈജു പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി വിഷയങ്ങൾ കത്തിയത്. ഒരു കൈ കൊണ്ട് അടിക്കുകയും മറു കൈ കൊണ്ട് തലോടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ.
പൂഞ്ഞാർ വിഷയത്തിൽ മുസ്ലിം തീവ്രവാദികളാണ് എതിർഭാഗത്ത് എന്ന് പറഞ്ഞു വെച്ചു. അതിന്റെ മറുമരുന്നാണ് അഭിമന്യു കൊലക്കേസിൽ നിന്ന് സകല തെളിവുകളും നഷ്ടപ്പെട്ടത്. പക്ഷേ മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്നു അഭിമന്യു. ഇവരുടെ തുടയിൽ നുള്ളിയിട്ട് പോലും എതിർഭാഗത്തുള്ള മുസ്ലിം ഭീകരതയ്ക്കെതിരെ ഇവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. ആ അഭിമന്യുവിന്റെ കൊലക്കേസിന്റെ രേഖകളാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതായിരുന്നു. നമ്മൾ വിശ്വസിക്കണം, ഇതും നമ്മൾ തൊള്ള തൊടാതെ വിഴുങ്ങണം. കഴിഞ്ഞ വർഷം ഡിസംബറില് രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായി. എവിടെ? വാർത്തകൾ പ്രചരിച്ചോ? ചാർജ് ഷീറ്റ് ഇല്ല, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഇല്ല. 11ഓളം രേഖകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ രേഖകൾ കണ്ടെത്താൻ കഴിയാത്ത വിധം നഷ്ടമായി എന്ന് പറയുമ്പോൾ ഇതാരുടെ കൈകളിലാണ്? ഇതാരാ അറിയിക്കുന്നത്? ശിരസ്തദാറാണ് കോടതി അറിയിക്കുന്നത്. ബൈജുവിന് ഓർമ്മയുണ്ടോ? ഒരു ഹർത്താൽ പോപ്പുലർ ഫ്രണ്ടുകാര് നടത്തി. അവരുടെ പ്രോപ്പർട്ടി ഒക്കെ അറ്റാച്ച് ചെയ്യാൻ ഒരു നിയമം കോടതി കൊണ്ടുവന്നു. അതായത് പൊതുമുതൽ നശിപ്പിച്ചു. അതിന് ഡേറ്റ് വാങ്ങി പിണറായി വിജയന്റെ വക്കീല് കോടതിയിൽ പോയി നിന്ന് മാപ്പ് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? ഇനിയും ഡേറ്റ് നീട്ടിക്കിട്ടണമെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അതുപോലെ ശിരസ്തദാർ കോടതിയെ അറിയിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് അതൊക്കെ പോയി. എങ്ങനെ? ഈ മാസം മാർച്ച് 18-ാം തീയതി അഭിമന്യുവിന്റെ കേസിലെ വിചാരണ ആരംഭിക്കാനിരിക്കുമ്പോഴാണ് ഈ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുന്നത്. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ് ഈ നഷ്ടമായിരിക്കുന്നത്. ആലോചിക്കണം നമ്മള്. അതായത് ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുത് എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി വർഗീയത തുലയട്ടെ എന്ന് എഴുതിയപ്പോൾ അവനെ കൊന്നെങ്കിൽ വർഗീയത വളർത്തുന്നത് ആരാണ്? ആ പയ്യനെ കൊലപ്പെടുത്തിയതിന്റെ രേഖകളാണ് ഇപ്പോൾ നീതിപീഠത്തിന് മുന്നിൽ നിന്നും നഷ്ടമായിരിക്കുന്നതെന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുവാണ്. എതിർഭാഗത്തുള്ളത് ഈ മുസ്ലിം തീവ്രവാദികളാകുന്ന വേട്ടക്കാരാണെങ്കിൽ കോടതിയെ പോലും വിശ്വസിച്ച് നമുക്ക് പ്രധാനപ്പെട്ട രേഖകൾ അവരെ ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് ഗുരുതരമായ വീഴ്ചയാണ്. ഈ നഷ്ടമായ രേഖകളൊക്കെ ഏത് രൂപത്തിലാണ് ഇനി വീണ്ടെടുക്കുന്നത്? സെഷൻസ് കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമായിട്ടും അന്വേഷണത്തിന് ഉത്തരവിടാതെ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ നിരുത്തരവാദപരമായ സമീപനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 2018 ജൂലൈ 2-ാം തീയതി പുലർച്ചെ അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ വളരെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ട് എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് മാധ്യമങ്ങൾ എഴുതിയത്? എത്ര CPM-കാർ, എത്ര HFI-ക്കാർ ഇത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ കൊലപാതകമാണെന്ന് പറഞ്ഞു. തുടർന്നാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കി സെപ്റ്റംബറിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ സുപ്രധാനമായ 11 രേഖകൾ കോടതിയിൽ നിന്ന് നിഷ്പ്രഭമായിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് NIA അഭിമന്യു കേസിന്റെ വിവരങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിച്ചപ്പോഴാണ് ഈ കള്ളങ്ങൾ പുറത്തു വരുന്നത്. അതല്ലാതെ ശിരസ്തദാർ സ്വന്തം കൈ കഴുകാൻ വേണ്ടി കോടതിയെ അറിയിച്ചതല്ല. NIA കാരണമാണ് ഈ വിവരം പുറത്തു വരുന്നത്. NIA പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് കേസുകൾ അന്വേഷിക്കുമ്പോഴാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് കണ്ണൂരുണ്ടെന്നറിയുന്നത്. ആലോചിക്കണം. NIA പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോലും നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അങ്ങനെ NIA ഈ വിവരം അന്വേഷിച്ചെത്തുന്നു. അപ്പോഴാണ് കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഡിസംബറിലാണ് ഇത് പുനഃസൃഷ്ടിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഡിസംബർ കഴിഞ്ഞു, ജനുവരിയായി, ഫെബ്രുവരിയായി, മാർച്ചായി. ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് സെഷൻസ് കോടതി നോട്ടീസ് നൽകി കഴിഞ്ഞു. അവരുടെ ദൗത്യം പൂർത്തിയായി. 17-ാം തീയതിക്ക് മുമ്പാണ് എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കേണ്ടത്. നമ്മൾ ഇത് വാർത്തയായപ്പോഴാണ് മനസ്സിലായത് കാര്യങ്ങൾ ഇങ്ങനെയാണ്, വസ്തുതകളെന്ന്. വിചാരണ തുടങ്ങാനിരിക്കുന്ന കേസിന്റെ സുപ്രധാനപ്പെട്ട രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായെന്ന് പറയുമ്പോൾ അതിനകത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരുണ്ട്. അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് വേണ്ടി മാത്രം
അവരുടെ ശമ്പളം പറ്റി അധ്വാനിക്കുന്ന ആളുകൾ അതിനകത്തുണ്ട്. അതുമല്ലെങ്കിൽ ഇതിന്റെയും മുകളിൽ തട്ടിലുള്ള ആളുകൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് കുടപിടിക്കുന്നവരാണ്. നീതിപീഠത്തിൽ നിന്നാണ് രേഖകൾ കാണാതെ പോയിരിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല. ലോക ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ കേരളം അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഒരിടത്തും ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല. എങ്ങനെ നമ്മൾ കോടതിയെ വിശ്വസിക്കും? ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു? ഫുൾ ക്യാമറ സിസ്റ്റങ്ങളുള്ള കോടതി സമുച്ചയത്തിൽ നിന്നും ഇതിനകത്ത് നഷ്ടപ്പെട്ടെന്നോ? ഇത് സമൂഹത്തിൽ കൊണ്ടുവരണം. ഈ വിഷയം നമുക്ക് ചർച്ചയ്ക്കെടുത്തേ മതിയാകൂ. രേഖകൾ മാറ്റിയ സാമൂഹ്യ ദ്രോഹികളെയും ഈ മതതീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന ഇത്തരക്കാരെയും സമൂഹത്തിന് മുന്നിൽ എത്തിച്ചേ മതിയാകൂ. അതിനെ പ്രധാനമായും മുന്നിൽ നിൽക്കേണ്ടത് അഭിമന്യുവിന്റെ കുടുംബം തന്നെയാണ്. എങ്ങനെയാണ് ഈ രേഖകൾ നഷ്ടപ്പെട്ടതെന്ന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷണം നടത്തണം. അഭിമന്യുവിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥന്റെ മരണവും. നമ്മൾ കാണുവാണ് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ. ആ പയ്യനെ മർദ്ദിക്കുന്നതിന്റെ പോലും ആ പയ്യൻ തന്നാൽ കഴിയുന്ന വിധം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ചുറ്റിനും നിൽക്കുന്നത് അത്രയും അവരുടെ ആളുകൾ. എന്നിട്ടും ശരി, അടിക്കുമ്പോൾ തിരിച്ചതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അവനറിയാം അവൻ കൊല്ലപ്പെടുമെന്ന്. ഈ കാപാലികർ കാണിച്ചു കൂട്ടുന്ന കട്ടായങ്ങൾ ആ ചെറിയ വീഡിയോ ക്ലിപ്പിനകത്തുണ്ട്. എല്ലാം ഇവരെന്താ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഡ്രഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഇതുകൊണ്ടൊന്നും ഇവര് രക്ഷപ്പെടാൻ പാടില്ല. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോയ്ക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്തെങ്കിലുമൊക്കെ വീരവാദം അടിച്ചു നടന്നാ പോരാ. ഇത്തരം കാര്യങ്ങൾക്ക് അവരൊക്കെ സമാധാനം പറയണം. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായ അഭിമന്യുവിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഈ വാർത്തകൾ കേരളത്തിന്റെ സാധാരണക്കാർ ഞെട്ടലോടെയും അത്ഭുതത്തോടെയും എന്നാൽ വേദനയോടെയുമാണ് ഇത് കേൾക്കുന്നത്. കാരണം നമ്മുടെ മക്കളും ക്യാമ്പസുകളിൽ പഠിക്കുന്നുണ്ട്. നാളെ നമ്മുടെ മക്കൾക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിലും നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ പ്രതിരോധിക്കും. സിദ്ധാർത്ഥനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നു. നമ്മുടെ ആരൊക്കെയോ ആയിരുന്നു ആ പയ്യൻ. അഭിമന്യു നമ്മുടെ ആരൊക്കെയോ ആയിരുന്നു ആ പയ്യൻ. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് ഉൾപ്പെടെയുള്ള രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വളരെ ഈസിയായി പറഞ്ഞ് ശിരസ്തദാറ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അഭിമന്യു വധക്കേസ് അട്ടിമറിക്കുന്നതിനു വേണ്ടി പോപ്പുലർ ഫ്രണ്ട് മതതീവ്രവാദികളുടെ ഏജന്റുമാരായി കോടതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആളുകൾ. അതാര്? ഇതിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ നേരിട്ട് ഈ കേസ് അന്വേഷിക്കണം. കൃത്യവിലോപം കാണിച്ച എറണാകുളം സെഷൻസ് കോടതിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉടൻ തന്നെ ശക്തമായ മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയും അവരുടെ മുഖം പബ്ലിക്കിന്റെ മുമ്പിൽ അനാവൃതമാക്കുകയും ചെയ്യണം. കേസിന്റെ നഷ്ടപ്പെട്ട രേഖകളെല്ലാം തിരിച്ചു പിടിക്കണം. അഭിമന്യുവിന്റെ വധക്കേസിലെ വിചാരണ നടപടികൾ ഉടൻ തന്നെ ആരംഭിച്ചേ മതിയാകൂ. ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമായതിനെതിരെ ഗുരുതരമായ ആരോപണമാണ് കോടതിക്കെതിരെ നമ്മൾ ഉന്നയിക്കേണ്ടത്. കാരണം നമ്മൾ ഇനിയും ആരെയാണ് വിശ്വസിക്കേണ്ടത്? അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് വേണ്ടി ഒരു ഭാഗത്തു കൂടി പിണറായി വിജയൻ അവരെ സുഖിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രീണന നയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ നമുക്കറിയാം, ഒരു കൈകൊണ്ട് പൂഞ്ഞാറ് തട്ടുകയും മറുകൈകൊണ്ട് നമ്മുടെ അഭിമന്യുവിന്റെ വിഷയത്തിൽ തലോടുകയും ചെയ്താൽ രക്ഷപ്പെടാൻ നമ്മൾ വിടില്ല. കാരണം പബ്ലിക്കിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പബ്ലിക്കിനറിയാം സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള പ്രതികളെ ആരുമായി ബന്ധമുള്ളവരാണ്, അവരേത് പാർട്ടിക്കാരാണ്, അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരാണെന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. അതുകൊണ്ട് ഇനിയും ഇവരുടെ പ്രീണന നയമൊന്നും രക്ഷപ്പെട്ടു പോകില്ല ഈ കൊച്ചു കേരളക്കരയിൽ. യെസ്, നമ്മൾക്കറിയാം ഇന്നിപ്പോൾ പച്ചവെളിച്ചം പോലീസ് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ പച്ചവെളിച്ചം പോലീസ് മാത്രമല്ല, ഞങ്ങൾക്ക് അവിടെയുണ്ടടാ പിടി എന്ന് ഏതോ ഒരു സിനിമയിൽ മറ്റേ പ്രതാപ് പോത്തൻ പറയുന്ന ഒരു ഡയലോഗ്, അദ്ദേഹം പ്രതാപ് പോത്തൻ തന്നെയാണ് തോന്നുന്നത്, പേര് മാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഡയലോഗ്, ഞങ്ങൾക്ക് ഡൽഹിയിലും ഉണ്ടടാ പിടി എന്ന് പറഞ്ഞ പോലെ തന്നെ കോടതിയിലും ഉണ്ടടാ ഞങ്ങൾക്ക് പിടി. ഇനി കോടതിയിൽ മാത്രമല്ല, പല സമയങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കലക്ടർമാരുടെ സീറ്റിലിരിക്കുന്ന കലക്ടർമാരെയും നിങ്ങൾ ഓരോ നാരിയുടെ കീറിയും പരിശോധിച്ച് നോക്കുക. അവിടെയും കാണാൻ പറ്റും. ഇനി
IAS ആയാലും IPS ആയാലും മറ്റേതൊരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളായാലും അവരിലൊക്കെ ഈ പച്ച വെളിച്ചമുണ്ട്. അത് പോലീസിൽ മാത്രമല്ല എന്നുള്ളത് കൃത്യമായിട്ടും ഇവിടെ തെളിഞ്ഞിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ഏറ്റവും അവസാനത്തെ അത്താണിയായിട്ടുള്ള കോടതികളിൽ പോലും ഇത്തരത്തിൽ പച്ച വെളിച്ചക്കാർ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ഏറ്റവും വലിയ കോടതിയിലെ രേഖകൾ പോലും മോഷ്ടിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക ഭീകരന്മാരെ രക്ഷപ്പെടുത്തും എന്നുള്ള ആ ദൃഢപ്രതിജ്ഞ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ സിദ്ധാർത്ഥിനെ കൊന്നിട്ടുള്ള ആ പ്രതികളൊക്കെ ചിരിച്ചുകൊണ്ടായാലും അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളൊക്കെ ഇന്നും യാതൊരു ആകുലതയും ഇല്ലാതെ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് പറയേണ്ടതുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് ടീച്ചറാണ് ആ ക്ലിപ്പ് അയച്ചു തന്നത്, സിദ്ധാർത്ഥിനെ ഉപദ്രവിക്കുന്ന 1.5 മിനിറ്റുള്ള ക്ലിപ്പ്. സത്യത്തിൽ ഞാനത് വൈഫിന് കാണിച്ചു കൊടുത്തു. എന്റെ വൈഫിന് കാണിച്ചു കൊടുത്ത സമയത്ത് അവള് കരഞ്ഞു പോയി അത് കണ്ടിട്ട്. കാരണം അതിൽ കൃത്യമായിട്ട് സിദ്ധാർത്ഥിന്റെ രൂപം കുറച്ചേ കാണിക്കുന്നുള്ളെങ്കിൽ പോലും ആ കുട്ടിയോട് ചെയ്യുന്ന, പിന്നെ ടീച്ചർ പറഞ്ഞു ഇവർ ഡ്രഗ് അഡിക്ട്സ് ആണോ എന്നുള്ളത്. ഇവർ ഡ്രഗ് അഡിക്ട്സ് തന്നെയാണ്. ആ ക്യാമറയൊക്കെ എടുക്കുന്ന രീതിയിൽ നാടകം കളിക്കുന്ന ഒരുത്തന്റെ മുഖഭാവം ഒക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഡ്രഗ് അമ്മാതിരി അളവിൽ അടിക്കുന്നവനെ ഇത്തരത്തിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിനിമാ നടനെ പോലെയൊക്കെ നാടകം കളിക്കാൻ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ലഭ്യമാകുന്നത് നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ വിതരണത്തിന് ഈ സാധനം കൊണ്ടുവരുന്നത് SFIയുടെ ഇതുപോലെയുള്ള ഹോസ്റ്റലുകളിലേക്കാണ് മൊത്തത്തിൽ കൊണ്ടുവരുന്നത്. പിന്നെ അതിനുശേഷം കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ തന്നെയാണ് ഇതിന്റെ കരിയർമാർ. മാത്രമല്ല ഇവർ ഇത് ഡ്രഗ് അഡിക്റ്റ് ആവുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ കൊച്ചു പെൺകുട്ടികളെ പോലും നമ്മൾക്കറിയാം. ഇന്ന് എന്റെ പ്രദേശത്ത് തന്നെ, എന്റെ നാട് പൂക്കോട്ടുംപാടം എന്ന് പറയുന്ന അവിടെ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അവിടെ അമൃതരംഗൻ എന്ന് പറയുന്ന രസയുള്ള സമയമുണ്ടായിരുന്നു. ടീച്ചർ അറിയുന്ന ടീച്ചറുടെ സുഹൃത്തു കൂടിയാണല്ലോ ഈ പുള്ളി. ആ സമയത്ത് അവിടെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഏകദേശം 4-5 പെൺകുട്ടികളെ കഞ്ചാവും ഇതുപോലെ മയക്കുമരുന്നും ഉപയോഗിച്ചതിന് പിടിക്കപ്പെട്ടു എന്ന വാർത്ത പരന്നു. പക്ഷെ അതിലെ പേരുകൾ പുറത്തുവിട്ടില്ല. കാരണം എന്തെന്നറിയാമോ, തട്ടമിട്ട പെൺകുട്ടികൾ പോലും ഉണ്ടായിരുന്നു ഈ ഡ്രഗ് യൂസ് ചെയ്ത കുട്ടികൾ. അതുകൊണ്ട് തന്നെ അതിലെ പ്രതികളെ മറയ്ക്കപ്പെട്ടു. മാത്രമല്ല ഈ പ്രതികളെ ഈ വന്ന പെൺകുട്ടികൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാമോ, ഇവരുടെ സ്കിന്നിൽ പോലും മുറിപ്പാട് ഉണ്ടാക്കിക്കൊണ്ട് ഈ മുറിപ്പാടിൽ നമ്മുടെ മുറിയിലൊക്കെ ബാൻഡേജ് ചുറ്റുന്ന സാധനമുണ്ടല്ലോ, ആ ബാൻഡേജോട് കൂടി നമ്മുടെ കൈത്തണ്ടയിലും അതല്ലെങ്കിൽ കാണാത്ത ഭാഗങ്ങളിലുമൊക്കെ ഈ ഡ്രഗ്സോട് കൂടി ഒട്ടിച്ചു വെക്കുക. അത് നേരിട്ട് ബ്ലഡിലേക്ക് കയറുക. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഏതോ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ഇതുപോലെ വെള്ളമടിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ സുഹൃത്തിന്റെ വീട്ടുകാരെടുത്ത മൊബൈൽ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആ കുട്ടി ഒരു ടെറസിന്റെ അറ്റത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. നമ്മൾക്കൊരു ഭയം വന്നു, ആ പെൺകുട്ടി അഥവാ ചാടുമോ അത് വീഴുമോ എന്നൊക്കെ നമ്മൾക്ക് പോലും ഭയം വന്നു. നമ്മുടെ പെൺകുട്ടികളെ പോലും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഡ്രഗ് അഡിക്ട്സ് ആക്കുക. മാത്രമല്ല ആൺ പെൺ വ്യത്യാസമില്ലാതെ സെക്സ് ചെയ്യാൻ വേണ്ടി ഈ കലാലയങ്ങളെ ഉപയോഗപ്പെടുത്തുക. ആൺ പെൺ വ്യത്യാസമില്ലാതെ അധ്യാപികമാരെ പോലും ബെഡ്റൂമിലേക്ക് അതല്ലെങ്കിൽ സെക്സിന് വേണ്ടി ക്ഷണിക്കുക എന്ന രീതിയിലേക്ക് ഈ SFI കാട്ടാള വർഗം നമ്മുടെ ഈ കേരളത്തെ എത്തിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ കൃത്യമായിട്ടും ഇതിന് നേരിട്ട് ഈ പറയുന്ന ജഡ്ജിമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കോടതി എന്ന് പറയുന്നത് നമുക്കറിയാം, കോടതിയിലെ സ്റ്റാഫ്. വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ മുസ്ലിം പ്രീണനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മുടെ പിണറായി വിജയൻ തുടങ്ങി വെച്ചതല്ല. ഫസൽ ഗഫൂറിന്റെ ഒരു പ്രഭാഷണം, അതുപോലെ KT ജലീലിന്റെ ഒരു പ്രഭാഷണം, മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ ഒരു പ്രഭാഷണം, ഇത് മൂന്നും കേൾക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രത്യേകമായ മതവിഭാഗത്തിന് വേണ്ടി മാത്രം നിയമങ്ങളെയും ആനുകൂല്യങ്ങളെയും വളച്ചൊടിച്ചിട്ടുണ്ടാകില്ല. നമ്മുടെ അസ്ത്രം ഗഫൂറിന്റെ വാക്കുകൾ ഞാനൊന്ന് കേൾപ്പിക്കാം, ഒന്ന് ശ്രദ്ധിച്ചോ. നമുക്ക് ജവഹർലാൽ ഞാൻ കറക്റ്റ് സമയം നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു ഉറുദു ഭാഷകളുള്ളതിൽ ഒരു ഭാഷയായിരിക്കണം. ഇന്ത്യ അതിലൊരു ഭാഷ മാത്രമാണ്. അന്ന് ഇന്ത്യ അതിലൊരു ഭാഷ മാത്രമാണ്. രണ്ടാമത് സംസ്ഥാനങ്ങൾ ഭാഷയുടെ പേരിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ സംസ്ഥാനം ഉണ്ടല്ലോ ഇന്ത്യയിലെ, ലക്ഷദ്വീപ് ഉണ്ടല്ലോ, യൂണിയൻ ടെറിട്ടറി, ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ. ആർട്ടിക്കിൾ 370 ഇവരെടുത്ത് മാറ്റിയെങ്കിലും അവർ 70 കൊല്ലം നിലനിർത്തി. ജവഹർലാൽ നെഹ്റു നിലനിർത്തി. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ സ്വാതന്ത്ര്യത്തിന് സമരത്തിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് സമയ കാലഘട്ടത്തിൽ ഇവിടെ സംവരണം ഉണ്ടായിരുന്നില്ല. ഏതാനും കുറച്ച് സംസ്ഥാനങ്ങൾ, അതിൽ കേരളത്തിൽ മാത്രം എന്ന് മനസ്സിലാ പറയാം, ഒരു സംവരണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സംവരണം വന്നില്ലേ, ഓരോ സംസ്ഥാനത്ത് സംവരണം വന്ന്. തമിഴ്നാട്ടിൽ സംവരണം ഉണ്ടായിരുന്നു, മനസ്സിലായി. അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും, ആദ്യം കർണാടകയിൽ പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും
അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആകമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ അധികം IAS ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിമിനൊക്കെ IAS IPS ഒക്കെ കാണുന്ന സംവരണം വന്നുകൊണ്ടാണ്. അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി. ന്യൂനപക്ഷ പദവി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം എഴുതിയിട്ടില്ല, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും അവിടെ വേണമെങ്കിൽ 100 വിദ്യാർത്ഥികളെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽപ്പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെയുള്ള നിയമം വന്നില്ലേ? ആ നിയമം UPA ഗവൺമെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെന്റ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ 3 മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ. ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. 100 MES സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവിയുണ്ട്. ഇനി ഞങ്ങൾക്ക് പേടി അതെങ്ങനെ എടുത്തു കളയോ, അതെന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയോ എന്നുള്ളതാണ്. അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ടത്തരം വരെ, ശിലാന്യാസ് വരെ ആർക്ക് അനുകൂലമായിട്ടാണ് നിന്നിരുന്നവര്? അവര് മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിരുന്നത്. പിന്നെ PV നരസിംഹറാവു വരെയല്ലേ കാര്യങ്ങൾ പോയിട്ടുള്ളൂ. ഇപ്പോഴും കോൺഗ്രസിന്റെ സമീപനം അങ്ങനെ തന്നെയാണ്. ആരും പോയില്ലല്ലോ. പ്രാൺ പ്രതിഷ്ഠക്ക് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ? ഇന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ളിൽ കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന അശോക് ചവാനും കമൽനാഥൊക്കെ പുറത്തു കൊണ്ടിരും. അവർ പുറത്തു പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസ് നേതാക്കന്മാർ വലിയ പ്രധാനമല്ലോ. അങ്ങനെ ഞാൻ പറയണം, എന്തിന് നമ്മുടെ ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഗിരിവർഗ സ്റ്റാറ്റസ് ഉണ്ട്. അറിയോ? ചിലർ തങ്ങന്മാരാണ്, അവർ ഗിരിവർഗക്കാരുമാണ്, ട്രൈബൽ. അതിന് പുറമെ അവർക്ക് നമ്മൾ പറയാ ഷെഡ്യൂൾ കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട്, സംവരണവും കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയുണ്ട്? അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇതിപ്പോ കോൺഗ്രസിന് മാത്രമല്ല, അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ് അടക്കമുള്ളവര്. അവിടെ മുലായം സിംഗ് ആണ് പൂട്ടിട്ടത്. എവിടെ? മറ്റേ ഇവിടെ നമ്മുടെ കാശി ഇതിൽ തർക്കം വന്നപ്പോൾ അത് പൂട്ടണമെന്ന് 1993 ലാലു പ്രസാദ് യാദവാണ് LK അദ്വാനിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ കൂട്ടായ്മ മാത്രമല്ല, നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്ന മാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം. അല്ലാതെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇസ്ലാമിൽ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്താ ശരി, ഞാൻ ഫുള്ളായിട്ട് ഇയാൾ ഇവർക്ക് കുരുവാണ്. കാരണം ഉള്ള ഒരു വിടുവായന, ഉള്ള കാര്യം വിളിച്ചെന്ന് ആണല്ലോ അല്ലെ, നമ്മുടെ അസ്ത്രം ഗഫൂർ അല്ലേ, ഫസൽ ഗഫൂർ. ഗഫൂറാണ്. അതായത് അസ്ത്രം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുവാണ് കക്ഷി. കണ്ടില്ലേ? കോൺഗ്രസ്സുകാരുടെ മുസ്ലിം പ്രീണനത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാനിനി ഒരു ക്ലിപ്പും കൂടി കേൾക്കണം. കാരണം നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ആനുകൂല്യവും ചെയ്യുന്നില്ല എന്ന്. നോക്കിക്കോ, അദ്ദേഹം തന്നെ പറയട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ചില വർഗീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിന്റെ ഭാഗമായി എന്തോ അനർഹമായ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മുസ്ലിം വിഭാഗം എന്നൊരു ചിത്രം വരച്ചു കാട്ടാൻ ചിലർ ശ്രമിച്ചു എന്നത് തീർച്ചയായും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹം ഒരു മതനിരപേക്ഷ സമൂഹം എന്ന നിലയ്ക്ക് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന നിലപാടുകളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. മദ്രസ ക്ഷേമനിധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നതെന്നല്ല അദ്ദേഹം പറയുന്നത്. അതാണെങ്കിൽ അതിന് പരിഹാരം കാണാൻ നമുക്ക് നോക്കായിരുന്നു. അങ്ങനെ ഒരു പ്രയാസം ഇപ്പൊ നിലനിൽക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. എന്നാൽ അദ്ദേഹം ഇതിന്റെ നേരെ സർക്കാരിനെ നിന്ന് കുറ്റപ്പെടുത്താനാകുമെന്നാണ് നോക്കുന്നത്. സർ, അത് അത്ര എളുപ്പത്തിൽ പോകുന്നൊരു കാര്യമല്ല. കാരണം ഞാൻ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുമ്പോൾ തന്നെ പറഞ്ഞു, 2009 മുതൽ 2021 വരെ ഓഫീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾക്കായി 4,01,99,412 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോ എന്റെ കയ്യിൽ അതിന്റെ ഓരോ വർഷത്തെയും ഇനംതിരിച്ചുള്ള കണക്കില്ല. പക്ഷെ ഈ കാര്യത്തില് സംസ്ഥാന സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മദ്രസ അധ്യാപകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെയ്യുന്നു എന്ന് ചില ആളുകൾ വരുത്തി തീർക്കുവാണ്. അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല, ഇവരോടെന്തോ എതിർപ്പുള്ള ആളുകൾ പറയുന്നു എന്നുള്ള രൂപത്തിലാണ് പിണറായി വിജയൻ ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നാൽ വളരെ വ്യക്തമായി നിയമസഭയിൽ തന്നെ KT ജലീൽ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടവരാണ്. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ അത് വിഴുങ്ങത്തൊന്നുമില്ലല്ലോ. കേൾക്കാം. 65 വയസ്സ് പൂർത്തിയായവരും
നിയമപ്രകാരം 2020 ഏപ്രിൽ 1 മുതൽ പെൻഷൻ പ്രായം 60 വയസ്സാക്കി കുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ പെൻഷൻ തുക കുറഞ്ഞത് 1500 രൂപയും കൂടിയത് 7500 രൂപയുമാക്കി നിജപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. 5 വർഷം. എന്തായിരുന്നാലും KT ജലീൽ പറയുന്നതിനെ പിണറായി വിജയൻ എതിർക്കാൻ പറ്റില്ലല്ലോ. 1500 രൂപ പെൻഷൻ കൊടുത്തിരുന്ന മദ്രസാധ്യാപകർക്ക് 7500 രൂപ വരെ ആക്കി മാറ്റുന്നു. നോക്കിയോ, തീർന്നില്ല. കഴിഞ്ഞ ഓരോ വർഷത്തിലും പെൻഷൻ തുകയിൽ 10% നിരക്കിൽ വർധനവ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സീലിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 230 പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. പ്രതിമാസ പെൻഷൻ പദ്ധതിക്ക് പുറമെ താഴെ പറയുന്ന ആനുകൂല്യങ്ങൾ കൂടി ബോർഡ് വഴി നടപ്പിലാക്കി വരുന്നു. ഒന്ന്, വിവാഹ ധനസഹായം. അംഗങ്ങളുടെ സ്വന്തം വിവാഹത്തിനും 2 പെൺമക്കളുടെ വിവാഹത്തിനും 10,000 രൂപയാണ് ഇങ്ങനെയുള്ള സഹായമായിട്ട് നൽകുന്നത്. മദ്രസാധ്യാപകർക്ക് മാത്രമേ മക്കളുള്ളൂ, അവർക്ക് മാത്രമേ വിവാഹത്തിന് ചെലവുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ ആരാധനാലയത്തിൽ പഠിപ്പിക്കുന്ന ആള്, അതല്ലെങ്കിൽ ഹൈന്ദവ ഏതെങ്കിലും ഒരു പൂജാരി, എന്തേ അവർക്കാർക്കും മക്കളില്ല, അവർക്കാർക്കും ഈ പെൻഷനും അതുപോലെ അവരുടെ മക്കളെ കെട്ടിക്കാനുള്ള ധനസഹായം ഒന്നും വേണ്ടേ? 2, സ്കോളർഷിപ്പ്. SSLC +2 പരീക്ഷകളിലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കാണ് 2000 രൂപ സ്കോളർഷിപ്പ് നൽകുന്നത്. 3, പലിശരഹിത ഭവന വായ്പ. അംഗങ്ങൾക്ക് 2.5 ലക്ഷം രൂപ 84 മാസം തിരിച്ചടവ് കാലാവധി നിശ്ചയിച്ച് നൽകുന്ന പദ്ധതിയാണിത്. 4, ചികിത്സാ ധനസഹായം. അംഗങ്ങൾക്ക് സാധാരണ അസുഖങ്ങൾക്ക് 5000 രൂപ വരെയും ഗുരുതര രോഗങ്ങൾക്ക് 25,000 രൂപ വരെയുമാണ് ചികിത്സാ സഹായം അനുവദിക്കുന്നത്. 5, പ്രസവാനുകൂല്യം. മദ്രസ അധ്യാപകന്മാർക്ക് 15,000 രൂപ 2 പ്രസവത്തിന് എന്ന നിലക്കാണ് ഈ തുക. എന്തിനു കൊടുത്തിട്ടില്ലെങ്കിലും പ്രസവത്തിന് കൊടുക്കണം, ഉസ്താദന്മാരുടെ കാര്യങ്ങൾ. 6, വിദ്യാഭ്യാസ ധനസഹായം. പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന അംഗങ്ങളുടെ മക്കൾക്ക് സർക്കാർ ഫീസിന് തുല്യമായ തുക ഈ സ്കീം വഴി ലഭ്യമാക്കുന്നു. 7, മരണാനന്തര ധനസഹായം. അംഗത്വ കാലാവധി അനുസരിച്ച് 10,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് മരണാനന്തര ധനസഹായമായിട്ട് ലഭ്യമാക്കുന്നത്. 8, സംസ്കാര ചടങ്ങുകൾക്കുള്ള ധനസഹായം. അംഗങ്ങൾക്ക് 5,000 രൂപയും പെൻഷനർക്ക് 3,000 രൂപയുമാണ് ഇതുപ്രകാരം സഹായമായി നിശ്ചയിച്ചിരിക്കുന്നത്. 9, അവശതാ പെൻഷൻ. മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം പ്രതിമാസം 1000 രൂപ ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നു. 10, കുടുംബ പെൻഷൻ. പെൻഷന് അർഹത നേടിയ അംഗങ്ങളുടെ ആശ്രിതർക്ക് കുറഞ്ഞത് 1000 രൂപയോ മരണമടയുന്ന അംഗത്തിന് ലഭിക്കാനിടയുള്ള പെൻഷൻ തുകയുടെ പകുതിയോ നൽകുന്ന പദ്ധതിയാണ്. 11, പലിശരഹിത വിവാഹാവശ്യ വായ്പ. അംഗങ്ങൾക്ക് സ്വന്തം വിവാഹത്തിനോ 2 പെൺമക്കളുടെ വിവാഹത്തിനോ 2 ലക്ഷം രൂപ വരെ തിരിച്ചടവ് വ്യവസ്ഥയിൽ നൽകി വരുന്ന സ്കീമാണിത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ചികിത്സാ ധനസഹായം, പ്രസവാനുകൂല്യം, പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം, അവശതാ പെൻഷൻ, കുടുംബ പെൻഷൻ, പലിശരഹിത ഭവന വായ്പ, പലിശരഹിത വിവാഹാവശ്യ വായ്പ തുടങ്ങിയവ നടപ്പിലാക്കിയത്. കൂടാതെ പെൻഷൻ തുക 500 രൂപയിൽ നിന്ന് 1000 രൂപയായി വർദ്ധിപ്പിക്കുകയും അടുത്ത സാമ്പത്തിക വർഷം മുതൽ 1500 രൂപ തോതിൽ പെൻഷൻ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തോടു കൂടിയ ബോർഡ് നിലവിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്ന ആനുകൂല്യങ്ങളായിരുന്നു. ഇത് അവസാനിക്കില്ല. ഇവിടെയുള്ള ഇതൊക്കെ ടീച്ചർ ഇവന്റെ വാപ്പാന്റെ കുടുംബത്തിൽ നിന്ന് എടുത്താണോ കൊടുക്കുന്നത്, അതോ ഇവിടുത്തെ സാധാരണക്കാരുടെ നികുതി? എന്തുകൊണ്ടാണെന്ന് അറിയാമോ ബൈജു? ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മരവാഴകളാണ്. ഇത് ഇയാള് നിയമസഭയിൽ പറഞ്ഞിട്ട് വർഷം എത്രയായി? എന്തേ ഇത് വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ഇവർ ശ്രമിച്ചോ? ഈ വിഷയം സമൂഹത്തിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് ഇവര് വിചാരിച്ചോ? ഇവര് കൊണ്ടുവന്നു. എന്തിനാണ് ഹിന്ദുക്കളുടെ നേതാക്കന്മാര്, എന്തിനാണ് ക്രൈസ്തവ നേതാക്കന്മാർ ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചു നിർത്താൻ വേണ്ടി പബ്ലിക്കിന്റെ നികുതിപ്പണം, മതമില്ലാത്തവന്റെ നികുതിപ്പണം ഉണ്ട് ഇതിൽ. ക്രിസ്ത്യാനികളുടേതുണ്ട്, ഹിന്ദുക്കളുടേതുണ്ട്, മുസ്ലിങ്ങളുടേതുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളെ വെളിച്ചെണ്ണയിട്ട് എങ്ങനെ പീഡിപ്പിക്കാമെന്ന് പഠിപ്പിക്കുന്ന മദ്രസാലയങ്ങളിൽ എല്ലാവരും അല്ല, എന്നാലും അത്തരം മദ്രസാലയങ്ങൾക്ക് ഇങ്ങനെ പണം നൽകി ഇവർക്ക് പലിശരഹിത വായ്പ 2 ലക്ഷം രൂപ വരെ. ഇവർക്ക് മാത്രമേ ചെലവുകളുള്ളോ? ഇവർക്ക് മാത്രമേ കടങ്ങളുള്ളോ? ഇവർക്ക് മാത്രമേ പ്രസവങ്ങളുള്ളോ? ഇവരുടെ കുട്ടികൾ മാത്രം പഠിച്ചുയർന്നാ മതിയോ? ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് ഒടുവിൽ ഉള്ള സത്യം പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായില്ലേ? ഇല്ലേ? പൂഞ്ഞാറ് വൈദികനെ കൊല്ലാൻ ശ്രമിച്ച 10 കുട്ടിക്കാലന്മാരും 17 മുതുകാലന്മാരും മുറിയന്മാരാണ് എന്ന് പറയാൻ പിണറായി വിജയന് എത്രയെല്ലാം സംഘടനകളുടെ സമ്മതം വേണ്ടി വരുന്നെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് കൊച്ചു കേരളമാ. നമ്മുടെ അസ്ത്രം ഗഫൂർ പറഞ്ഞത് കേട്ടില്ലേ? ഒരു രാജ്യവും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത രൂപത്തിലുള്ള ആനുകൂല്യങ്ങളാണ്
ഇത്രയും കാലവും കേന്ദ്രം ഭരിച്ച് കോൺഗ്രസ് എന്ന കുടുംബ പദ്ധതി നൽകിക്കൊണ്ടിരുന്നത്? ഇപ്പൊ അത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കൊല്ലാൻ ഇവർക്ക് സാദിഖ് ബാഷമാരെ ഇറക്കേണ്ടി വരുന്നത്. തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടുകാർ സഹായം സ്വീകരിക്കുമ്പോൾ, പണം സ്വീകരിക്കുമ്പോൾ, ഇറാന്റെ ആയുധം സ്വീകരിക്കുമ്പോൾ, സിറിയയിൽ നിന്ന് ഐസിസ് ഭീകരരുമായി ഇവർ കൈകോർക്കുമ്പോൾ, ഖാലിദ് മിഷേലന്മാരായ കോടിക്കണക്കിന് തലയ്ക്ക് വില പറഞ്ഞ അത്തരം ഹമാസ് ഭീകരന്മാരെ ഈ കേരളക്കരയിൽ കൊണ്ടുവന്ന് ഹൈന്ദവർക്കെതിരെ സംസാരിപ്പിക്കുമ്പോൾ മിണ്ടാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അവരും ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി വീഴണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കേരളത്തിൽ, ഈ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള പച്ചക്കൊടി പാകിസ്ഥാന്റേത് പകർത്താൻ പറ്റൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും ചൊറിയാതെ വയ്യയിൽ സത്യത്തിൽ ടീച്ചർ ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ നാളത്തെ നമ്മുടെ വിഷയം മറ്റൊന്നും ചിന്തിക്കേണ്ട ടീച്ചറെ. എത്രത്തോളമാണ് ഇസ്ലാമിക ഭീകരത വളർത്താൻ വേണ്ടി, അതല്ലെങ്കിൽ മദ്രസ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര വിത്തുകളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പോലും ഇവിടെ ഞാനടക്കമുള്ള എന്നെ കാണുന്ന, അതല്ലെങ്കിൽ ടീച്ചറെ കാണുന്ന പ്രേക്ഷകരടക്കമുള്ള ആളുകളുടെ നികുതി കാശ് എടുത്തുകൊണ്ട് ഈ കേരളത്തിൽ ഇസ്ലാമിക ഭീകരതയുടെ ഹെഡ് ഓഫീസ് സ്ഥാപിക്കാൻ വേണ്ടി ഈ ഭരണവർഗം ഇടതും വലതും മാറി മാറി ഭരിച്ച് കാട്ടിക്കൂട്ടിയത് പച്ചയ്ക്ക് നമ്മൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നല്ല ശുദ്ധമായ വെള്ളിയാഴ്ചയാണല്ലോ ടീച്ചറെ. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച തന്നെ കൃത്യമായിട്ട് ഇവന്റെയൊക്കെ ആ ഗുദം പൊക്കൽ ദിവസം തന്നെ ഇവന്റെയൊക്കെ ഗുദം തകർക്കുന്ന രീതിയിലുള്ള ഈ വിവരങ്ങൾ കൃത്യമായിട്ട് നാളെ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതുണ്ട് എന്ന് കൂടി നമുക്ക് ഇവിടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. കാരണം ഞാൻ കോയമ്പത്തൂർ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഭീകരന്മാരൊക്കെ പിടിമുറുക്കിയിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോയമ്പത്തൂർ ഉക്കടം പോലെയുള്ള സ്ഥലമൊക്കെ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്തായാലും നാളെ നമുക്ക് വീണ്ടും ഗംഭീര വിഷയങ്ങളുമായിട്ട് നമുക്ക് ചൊറിയാതെ വയ്യിൽ നാളെ 8 to 9 വരെ നമ്മൾ വീണ്ടും നിങ്ങളെ സന്ധിക്കും വരെ തൽക്കാലം നന്ദി, നമസ്കാരം, വന്ദേ ഭാരത്. ബാക്കി ടീച്ചർ പറഞ്ഞോളൂ. യെസ്.